ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ യുവമോർച്ച പ്രവർത്തകർ തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോഴ ആരോപണം. വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. പരാതിക്കാരന്റെ മൊഴിയെടുത്തു. വിവരസാങ്കേതിക വിദ്യയുടെ വിസ്ഫോടന മാറ്റങ്ങൾക്കൊപ്പം കേരള വിഷനും മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന് KCCL ചെയർമാൻ K. ഗോവിന്ദൻ. ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് മാറ്റങ്ങൾ നടപ്പിലാക്കുമെന്നും K. ഗോവിന്ദൻ. കൊടുങ്ങല്ലൂരിൽ തോടിന് കുറുകെ നിർമ്മിച്ച തടയണ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. പെരുന്തോട് വാർഡിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി നിർമ്മിച്ച താൽക്കാലിക തടയണയാണ് നശിപ്പിച്ചത്. മറ്റത്തൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. കാട്ടുപന്നികളെ അകറ്റാനുള്ള മാർഗങ്ങൾ ഫലപ്രദമാകുന്നില്ലെന്ന് കർഷകർ. അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്കിന് തിരശ്ശീല ഉയരാൻ ഇനി 4 നാൾ മാത്രം. വിദേശ നാടക സംഘങ്ങൾ നാളെ എത്തും. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ യുവമോർച്ച പ്രവർത്തകർ തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് CPM കോൺഗ്രസ് കുർവാ സംഘം ആണെന്നാരോപിച്ചായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച്. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് കളക്ടറേറ്റ് കവാടത്തിൽ ബാരിക്കേഡുകൾ നിരത്തി തടഞ്ഞു. ഇത് മറികടക്കാനുള്ള ശ്രമം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പ്രവർത്തകർ പോലീസ് വാഹനത്തിന് നേരെ കൊടികളും കൊടിക്കാലുകളും വലിച്ചെറിഞ്ഞ് ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമം തുടർന്നതോടെ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധം യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു വഞ്ചിമല ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ഭക്തന്മാർ കാണിക്കായിട്ട് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ അർപ്പിക്കുന്ന കാണിക്കപ്പണവും അവിടെ അർപ്പിക്കുന്ന ധനവും സ്വർണവും എല്ലാം കട്ടുകൊണ്ടുപോകുവാൻ കൂട്ടുനിൽക്കുന്ന ഒരു കുറുവാ സംഘമായിട്ടുള്ള CPM മാത്രമല്ല CPM-ന്റെയും കോൺഗ്രസിന്റെയും MP-മാരും മന്ത്രിമാരും ഒക്കെ ഉൾപ്പെടുന്ന വലിയ ഒരു അഴിമതിയുടെ കൊള്ളയുടെ ഭാഗമായിട്ടാണ്, അതിനെതിരെയുള്ള പ്രതിഷേധത്തിലാണ് യുവമോർച്ച ഇന്നിവിടെ നിൽക്കുന്നത്. പല പ്രധാനപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള കടകംപള്ളി ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾ മടിക്കുന്നു. നല്ല രീതിയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കി കൊടുത്ത 2 MP-മാരുണ്ട്. ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് സംസാരിച്ചു. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി, ജില്ലാ ജനറൽ സെക്രട്ടറി രാഹുൽ നന്ദിക്കര, BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, KM ദിനിൽലാൽ, കാളിദാസ്, കൃഷ്ണദത്ത്, ഹരിശങ്കർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പ്രവർത്തകർ അയ്യന്തോൾ പുഴയ്ക്കൽ റോഡ് ഉപരോധിച്ചു. ഇവരെ പോലീസ് പിന്നീട് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. TCV തൃശൂർ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്വതന്ത്രന് 50 ലക്ഷം രൂപ CPM വാഗ്ദാനം ചെയ്തെന്ന ആരോപണത്തിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. അന്വേഷണത്തിന്റെ ഭാഗമായി പരാതിക്കാരനായ മുൻ MLA അനിൽ അക്കരയുടെ മൊഴി വിജിലൻസ് എടുത്തു. അടാട്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് അനിൽ അക്കരയുടെ മൊഴിയെടുത്തത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്വതന്ത്രന് 50 ലക്ഷം രൂപ CPM വാഗ്ദാനം ചെയ്തതായി തളി ഡിവിഷനിൽ നിന്നും വിജയിച്ച EU ജാഫറിന്റെ ഓഡിയോ സന്ദേശം പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അനിൽ അക്കര പരാതി നൽകിയത്. EU ജാഫർ കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് A. മുസ്തഫയോട് സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. ജാഫർ കോഴ വാങ്ങി LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ വിജിലൻസ് ഡയറക്ടർക്ക് ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുകയും പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ
കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ അനുമതി ആവശ്യപ്പെട്ട് സർക്കാരിലേക്ക് അവർ കത്തെഴുതിയത്. അതിൻ്റെ ഭാഗമായി വിജിലൻസിന് ഇപ്പോൾ അനുമതി കൊടുത്തിരിക്കുകയാണ്. ആ അനുമതിയുടെ ഭാഗമായി ഇന്ന് എന്നെ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ കാണുകയും എൻ്റെ മൊഴി ശേഖരിക്കുകയും ചെയ്തു. ആ മൊഴി ഞാൻ കൃത്യമായ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് 50 ലക്ഷം രൂപയ്ക്ക് പണമായിട്ടല്ല കൊടുത്തത്, 5 ലക്ഷം രൂപ ക്യാഷും 45 ലക്ഷം രൂപയ്ക്ക് തുല്യമായ രീതിയിൽ ഒരു എയ്ഡഡ് സ്കൂളിൽ അദ്ദേഹത്തിന് ജോലിയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. 5 ലക്ഷം രൂപ സേവ്യർ ചിറ്റലപ്പള്ളിയുടെ ഒരു ദൂതൻ മുഖാന്തരമാണ് അദ്ദേഹത്തിന് പണമായി കൊടുത്തത് എന്നാണ് എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട എൻ്റെ ഭാരവാഹി എനിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 45 ലക്ഷം രൂപയ്ക്ക് വരുന്ന ജോലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തലാലിന്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തലാലിന് ചുമതലയുള്ള സ്കൂളിലോ അതല്ലെങ്കിൽ CPM സ്വാധീനമുള്ള മറ്റേതെങ്കിലും സ്കൂളിൽ ജോലി നൽകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ 73 അമെൻമെന്റ് അനുസരിച്ചുകൊണ്ടുള്ള ഭരണഘടനാപരമായി സ്ഥാപിച്ച ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതാണ്, അഴിമതിയാണ്, പിന്നെ സ്വജനപക്ഷപാതമാണ്. അതുകൊണ്ട് വിജിലൻസ് കേസെടുക്കണം. കോഴ കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ്. അതുകൊണ്ട് കോഴ വാങ്ങിയ ജാഫറും അതുപോലെ തന്നെ കോഴ കൊടുത്ത വസന്തലാലും സേവ്യർ ചിറ്റലപ്പള്ളിയും കുറ്റക്കാരാണ്, ഇവർക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട മൊഴിയാണ് ഞാൻ കൊടുത്തത്. സ്വാഭാവികമായും വിജിലൻസ് കേസെടുക്കാൻ പറഞ്ഞ സാഹചര്യത്തിൽ FIR രജിസ്റ്റർ ചെയ്യേണ്ടി വരും. വിവരസാങ്കേതിക വിദ്യയുടെ വിസ്ഫോടന മാറ്റങ്ങൾക്കൊപ്പം കേരള വിഷനും മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന് KCCL ചെയർമാൻ K. ഗോവിന്ദൻ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഇന്റർനെറ്റ് വിനിമയ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് നൽകുന്നതിന് വിതരണ ശൃംഖലയിലും സാങ്കേതിക വിദ്യയിലും അടിമുടി മാറ്റം വരുത്തുമെന്ന് K. ഗോവിന്ദൻ അറിയിച്ചു. സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. അടുത്ത 30 വർഷത്തെ വികസന സാധ്യതകൾ ലക്ഷ്യമിട്ടാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ ഫെസിലിറ്റേഷൻ സെന്ററിൽ മേഖലാ പ്രസിഡന്റ് RH ഹാരിസ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് ഹാരിസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി ഹംസ ഷമീം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി KC ജെയിംസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ AJ അജോ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. MK സമദ് ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി P. ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, KCCL ഡയറക്ടർ VP ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CA ബൈജു, PM നാസർ, മേഖലാ വൈസ് പ്രസിഡന്റ് TS രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. കൊടുങ്ങല്ലൂരിൽ തോടിന് കുറുകെ നിർമ്മിച്ച തടയണ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. നഗരസഭയിലെ പെരുന്തോട് വാർഡിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി MIT സ്കൂൾ പരിസരത്ത് നിർമ്മിച്ച താൽക്കാലിക തടയണയാണ് തുടർച്ചയായ 2ാം തവണയും നശിപ്പിച്ചത്. വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് തോട്ടിൽ തടയണ നിർമ്മിക്കാറുള്ളത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച നിർമ്മിച്ച തടയണ രാത്രിയിൽ വീണ്ടും നശിപ്പിച്ചു. തുടർന്ന് വീണ്ടും തടയണ നിർമ്മിച്ചുവെങ്കിലും അതും നശിപ്പിക്കുകയായിരുന്നു. വാർഡ് വികസന സമിതി കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. ആദ്യം 36 ഇപ്പൊ പുതിയ വാർഡ് കൂടിച്ചേർന്നപ്പോൾ അത് 37. ഈ 37ാം വാർഡിൽ 6 കെട്ടുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഈ കെട്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പുഴയിൽ നിന്നിട്ടുള്ള ഉപ്പുവെള്ളം നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക്, അതായത് അവരെ പറമ്പിലുള്ള ചെറിയ കൃഷികൾ, അവരെ ജലസ്രോതസ്, ഇതിലേക്കൊക്കെ ഉപ്പുവെള്ളത്തിന്റെ ഉറവ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കെട്ടണത്. ഇത് മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്വമാണ് കെട്ടണത്. പക്ഷേ ഇപ്പൊ നിലവിൽ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരേ കെട്ടിനും ഇപ്പൊ ഒരു 3 വലിയ കെട്ടുകളാണ്, 6 അതിൽ 3 എണ്ണമാണ് വലുത്. ഈ വലിയ കെട്ട് നമ്മ കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങി കെട്ടറാണ്. തിങ്കളാഴ്ച കെട്ടി ചൊവ്വാഴ്ച കാലത്ത് വന്നപ്പോൾ നമുക്ക് ആരെന്നറിയില്ല, ആരെയും ബ്ലെയിം ചെയ്യണില്ല, ഇത് പൊളിച്ചതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അത് വീണ്ടും കെട്ടി നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ചൊവ്വാഴ്ച കെട്ടി ബുധനാഴ്ച നോക്കിയപ്പോൾ വീണ്ടും പൊളിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. മറ്റത്തൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. പന്നികളെ അകറ്റാനുള്ള മാർഗങ്ങൾ ഫലപ്രദമാകുന്നില്ലെന്ന് കർഷകർ. മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചു. വാസുപുരം പാലത്തിന് സമീപത്തെ കൃഷിത്തോട്ടത്തിൽ കാട്ടുപന്നിക്കൂട്ടം വാഴകൃഷി വ്യാപകമായി നശിപ്പിച്ചു. നെൽകൃഷിക്കും നാശമുണ്ടാക്കി. നൂലുവള്ളി സ്വദേശി ശിവൻ തണ്ടാശ്ശേരിയുടെ കതിരുവന്ന നെൽച്ചെടികളാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്.
ശിവന്റെ കൃഷിയിടത്തിൽ മന്ദരപ്പിള്ളി സ്വദേശി തങ്കപ്പൻ കൃഷി ചെയ്ത വാഴകളും പന്നിക്കൂട്ടം കുത്തിമറിച്ചിട്ടു. പന്നിശല്യം മൂലം കർഷകർ പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് നൂലുവള്ളിയിലെ കർഷകനായ ശിവൻ തണ്ടാശ്ശേരി പറയുന്നു. കൊയ്യാനായിട്ട് 1 മാസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ആ സമയത്താണ് ഈ കൃഷി ഇത്രയധികം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പന്നിയുടെ ശല്യം മാത്രമല്ല, മയിലിന്റെ ശല്യവും വളരെയധികം ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ നെൽകൃഷി മാത്രമല്ല, വാഴകൃഷിയും വളരെയധികം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പന്നികൾ. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ രാത്രി അവിട്ടപ്പിള്ളിയിലും കാട്ടുപന്നിക്കൂട്ടം കൃഷിനാശം വരുത്തിയിരുന്നു. കൊടുങ്ങ സ്വദേശി എടത്താടൻ സാബു അവിട്ടപ്പള്ളിയിൽ കൃഷി ചെയ്ത വാഴ, കപ്പ എന്നീ വിളകളാണ് നശിപ്പിക്കപ്പെട്ടത്. 3 മുറി പ്രദേശത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുപന്നികൾ കൃഷിനാശം വരുത്തിയിരുന്നു. കാട്ടുപന്നികളെ അകറ്റാനായി വിവിധ മാർഗങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും ഫലപ്രദമാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു. TCV ന്യൂസ്, കൊടകര. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തിരശീല ഉയരാൻ ഇനി 4 നാൾ മാത്രം. ഇത്തവണ 23 നാടകങ്ങളാണ് ഇറ്റ്ഫോക്കിൽ അരങ്ങേറുന്നത്. ഫെബ്രുവരി 1 വരെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവത്തിലേക്ക് വിദേശ നാടക സംഘങ്ങൾ നാളെ എത്തിത്തുടങ്ങും. ഉദ്ഘാടന ദിനം നാടകം അവതരിപ്പിക്കുന്ന ഡെൻമാർക്കിൽ നിന്നുള്ള റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന നാടകത്തിന്റെ അണിയറ പ്രവർത്തകരാണ് ആദ്യമെത്തുക. സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ തുടക്കമായി. സ്റ്റേജിതര മത്സരങ്ങൾ ആരംഭിച്ചു. വൈകിട്ട് 5-ന് ടൗൺഹാളിൽ മന്ത്രി ആർ ബിന്ദു കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷനാകും. 25 വരെ നടക്കുന്ന കലോത്സവത്തിൽ സംസ്ഥാനത്തെ 44 ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്നായി 1500ഓളം കുട്ടികൾ പങ്കെടുക്കും. സമാപന സമ്മേളനം 25-ന് മേയർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. തെല്ലൊരത്ഭുതത്തോടെ നോക്കിനാക്കിളി കേരളവ്യാസൻ മഹാകവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഓർമ്മകൾക്കിന്ന് 112 വയസ്സ്. കൊടുങ്ങല്ലൂരിന്റെ നാമം ചരിത്രത്തിൽ താളിയോലകളിൽ എഴുതിച്ചേർത്ത മഹാകവിയുടെ ഓർമ്മദിനത്തെ ജന്മനാട് ഇക്കുറിയും മറന്നു. വേദവ്യാസൻ 1095 ദിവസങ്ങൾ കൊണ്ട് രചിച്ച മഹാഭാരതം 874 ദിവസങ്ങൾ കൊണ്ട് വൃത്താനുവൃത്തം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്താണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ലോകത്തെ അമ്പരിപ്പിച്ചത്. സംസ്കൃതത്തിലെ ഗൗരവമേറിയ വരികളെ സാധാരണക്കാർക്കും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമാക്കിയ കൊടുങ്ങല്ലൂർ ശൈലിയുടെ ഉപജ്ഞാതാവായിരുന്നു അദ്ദേഹം. 7-ാം വയസ്സിൽ കവിത എഴുതി തുടങ്ങി. 100-ലധികം കൃതികളാണ് സാഹിത്യ ലോകത്തിന് സമർപ്പിച്ചത്. നല്ല ഭാഷ എന്ന മഹാകാവ്യത്തിലൂടെ പച്ച മലയാള പ്രസ്ഥാനത്തിന് അദ്ദേഹം കരുത്തേകി. മഹാഭാരതം വിവർത്തനം ചെയ്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു ഭാരതം ഭാരമൊഴിഞ്ഞു എന്ന് വിനയപൂർവ്വം പറഞ്ഞ തമ്പുരാൻ ഹാംലറ്റും ഒഥല്ലോയും അടക്കമുള്ള പാശ്ചാത്യ കൃതികളും മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിരുന്നു. 1914 ജനുവരി 22-ന് മലയാളത്തിന്റെ ആ മഹാപ്രതിഭ വിടവാങ്ങിയെങ്കിലും അദ്ദേഹം കോറിയിട്ട അക്ഷരങ്ങൾ മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം മങ്ങാതെ നിലനിൽക്കും. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കുന്നംകുളം കിളിപ്പാടത്ത് തണൽ മരങ്ങൾ കൂട്ടത്തോടെ മുറിച്ചിട്ട സംഭവത്തിൽ പ്രതിഷേധവുമായി നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ. വെട്ടുകടവ് കനാൽക്കരയിലെ 32 തണൽ മരങ്ങളാണ് KLD ബോർഡ് കഴിഞ്ഞ ദിവസം മുറിച്ചത്. ദേശാടന കിളികൾ ഉൾപ്പെടെയുള്ള പക്ഷികളുടെ ആവാസ വ്യവസ്ഥയാണ് നശിപ്പിച്ചതെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ധർണ സംഘടിപ്പിച്ചു. അലൂമിനിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം തടയുക, വ്യാപാര സ്ഥാപനങ്ങളിൽ അലൂമിനിയത്തിന്റെ അന്നത്തെ വിലയും തൂക്കവും രേഖപ്പെടുത്തുക, കനം കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തുന്നത് തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് മുതുവറ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് ബൈജു ചാലിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ദിനേശൻ ചൂണ്ടൽ, ട്രഷറർ മാർട്ടിൻ പെരേക്കാടൻ, ജില്ലാ ഭരണസമിതി അംഗങ്ങളായ ബോബി വൈശപ്പാട്ട്, രാജു കാളിയങ്കര എന്നിവർ സംസാരിച്ചു. കുടിവെള്ള വിതരണത്തിലെ അനാസ്ഥയ്ക്കെതിരെ BJP പ്രവർത്തകർ മാള പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് കണ്ടാരംതറ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അജിത് മേൽവീട്ടിൽ അധ്യക്ഷനായി. KK അജയകുമാർ, KK ദാമു, ജോയ് മാതിരപ്പള്ളി, ബാബു ചക്കനാലി തുടങ്ങിയവർ
സംസാരിച്ചു. വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കാനുള്ള ആ 9.5 കോടി രൂപ തൃശൂർ ദേവമാതാ CMI പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ പപ്പ ആൻഡ് മിയ എന്ന സംഗീത നൃത്ത നാടകം അരങ്ങിലെത്തിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 7-നാണ് അവതരണം. 1000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന 15 നൃത്ത ഇനങ്ങളാണ് ഷോയുടെ പ്രത്യേകത. ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിലാണ് അവതരണമെന്ന് ദേവമാതാ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോയ്സ് എലവത്തിങ്കൽ പറഞ്ഞു. ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും സംയുക്തമായി ഫെബ്രുവരി 6 മുതൽ 9 വരെ തൃശൂരിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ കേരളോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK സുധീഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PS വിനയൻ, KR മായ, A സജിത, ഷീല ജോർജ്, യുവജന ക്ഷേമ ബോർഡ് കോർഡിനേറ്റർ VP ശരത് പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂർ കൈനൂർ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം പുരോഗമിക്കുന്നു. നിലവിലുള്ള കൈനൂർ ചിറ പൂർണ്ണമായും പൊളിച്ചുമാറ്റിയാണ് നിർമ്മാണം. 3 മീറ്റർ ഉയരത്തിലുള്ള 4 ഷട്ടറുകളാണ് സ്ഥാപിക്കുന്നത്. 2024 ഡിസംബർ 21-നാണ് സർക്കാരിൽ നിന്ന് 10 കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭ്യമായത്. റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം പൂർത്തിയായാൽ പുത്തൂർ, നടത്തറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡ് കൂടിയാകും. കൈനൂർ ചിറ റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിനോടൊപ്പം ടൂറിസം സാധ്യത കണക്കിലെടുത്ത് ചിറയിൽ നവീകരണ പ്രവൃത്തികളും നടത്തും. കുന്നംകുളം താലൂക്ക് ആശുപത്രി നിർമ്മാണത്തിനുള്ള സാധനങ്ങളുമായി എത്തിയ കൂറ്റൻ കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് വൺവേ റോഡിലൂടെ പിന്നോട്ട് പാഞ്ഞു. നഗരസഭയ്ക്ക് സമീപത്തെ ഇറക്കത്തിലായിരുന്നു സംഭവം. 100 മീറ്ററോളം പിന്നോട്ട് നീങ്ങിയ ലോറി സമീപത്ത് കൂട്ടിയിട്ടിരുന്ന ഇരുമ്പ് കമ്പികളിൽ തട്ടി നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി സാമഗ്രികളുമായി എത്തിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കയറ്റം കയറുന്നതിനിടെ പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് പിന്നോട്ടുരുളുകയായിരുന്നു. ഈ സമയം റോഡിലുണ്ടായിരുന്ന സ്കൂൾ വിദ്യാർത്ഥികളും യാത്രക്കാരും സമീപത്തെ കടകളിലെ ജീവനക്കാരും ഓടിമാറി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. ക്ഷാമബത്ത, ശമ്പള പരിഷ്കരണം, ലീവ് സറണ്ടർ, മെഡിസെപ്, റിക്കവറി കമ്മീഷൻ തുടങ്ങിയവയിലെ കൊള്ള, പങ്കാളിത്ത പെൻഷൻ വിഷയത്തിൽ തുടരുന്ന വഞ്ചന, ആശ്രിത നിയമന അട്ടിമറി, ക്ലാസ് 4 ജീവനക്കാരുടെ 10% പ്രൊമോഷൻ അട്ടിമറി എന്നിവയ്ക്കെതിരെയാണ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സന്തോഷ് തോമസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് GS ഉമാശങ്കർ, സംഘടനാ സംസ്ഥാന സെക്രട്ടറി MO ഡെയ്സൺ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TG രഞ്ജിത്ത്, TP ഹനീഷ് കുമാർ, ജില്ലാ സെക്രട്ടറി V യൂനസ്, വൈസ് പ്രസിഡന്റ് അരുൺ C ജെയിംസ്, ട്രഷറർ ലിജോ M ലാസർ എന്നിവർ സംസാരിച്ചു. അത്തരത്തിൽ സാമ്പത്തികമായ തൃശൂർ സെന്റ് മേരീസ് കോളേജിന്റെ 80ാം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ സിസ്റ്റർ PP സാലി അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ ജോയ് ബാസ്റ്റ്യൻ ചാക്കോള, PTA വൈസ് പ്രസിഡന്റ് VC സുരേഷൻ, ഡോക്ടർ ജൂലി P ലാസർ, ഫാത്തിമ സമീർ, ഡോക്ടർ ഡാലി ഡൊമനിക് തുടങ്ങിയവർ സംസാരിച്ചു. സെന്റ് മേരീസ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തത് ഒരു മഹാനാണ്. വെങ്കിടങ്ങ് പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് കെയർ ദിനാചരണവും കുടുംബസംഗമവും നടന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് പാലിയേറ്റീവ് കെയർ ദിനാചരണവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ദീപക് മേനോൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീഷ്മ ബാബുരാജ്, രാകേഷ് കണിയാമ്പറമ്പിൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ AJ ഷെറി, ജനപ്രതിനിധികളായ
MK ഹബീബ് തുടങ്ങിയവർ സംസാരിച്ചു. അരണാട്ടുകര തരകൻസ് LP സ്കൂളിന്റെ 104-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ ലാലി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. അരണാട്ടുകര സെന്റ് തോമസ് ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ നിർമ്മൽ അക്കരപ്പട്ടേക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ AK ബെന്നി, CV ജോഷി, പ്രൊഫസർ VD ജോൺ, CP ജീസൺ, PP ജോർജ്, വർഗീസ് വാഴപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ എൻഡോമെന്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. കൊടകര മേള കലാ സംഗീത സമിതിക്ക് കീഴിൽ പരിശീലനം നേടിയ PD ഭഗവൽ ദാസിന്റെ തായമ്പക അരങ്ങേറ്റം പൂത്തുകാവ് ദേവി ക്ഷേത്ര സന്നിധിയിൽ നടന്നു. മൂർക്കനാട് ദിനേശൻ വാര്യരുടെ ശിക്ഷണത്തിലായിരുന്നു പരിശീലനം. മേള കലാ സംഗീത സമിതി പ്രസിഡന്റ് ഉണ്ണി പോറാത്ത്, സെക്രട്ടറി വിജിൽ മേനോൻ, പൂത്തുകാവ് ദേവസ്വം പ്രസിഡന്റ് KS സുനിൽകുമാർ, സെക്രട്ടറി MLV നായർ എന്നിവർ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന സവിശേഷ ഭിന്നശേഷി സർഗോത്സവത്തിന്റെ സമാപന ദിനം മന്ത്രി R ബിന്ദുവിന് പ്രത്യേക സമ്മാനവുമായി ആറന്മുള സ്വദേശി അല്ലുമോൾ. 1 മിനിറ്റിൽ മന്ത്രി R ബിന്ദുവിന്റെ കാരിക്കേച്ചർ അല്ലുമോൾ വരച്ചു നൽകി. പ്രത്യേക സമ്മാനം നൽകിയാണ് മന്ത്രി അല്ലുമോളെ യാത്രയാക്കിയത്. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയെയും 20 മന്ത്രിമാരെയും വരച്ച് അല്ലുമോൾ ശ്രദ്ധ നേടിയിരുന്നു. ഒറ്റപ്പാലം അമ്പലപ്പാറ കടമ്പൂർ ശ്രീ പനിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ട് താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി അണ്ടലാടി മനക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. താലപ്പൊലിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഈ മാസം 27-നാണ് പാട്ട് താലപ്പൊലി മഹോത്സവം. പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബിന്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പേരാമ്പ്ര ജംഗ്ഷനിൽ CCTV സ്ഥാപിച്ചു. കൊടകര പോലീസിന്റെ സഹകരണത്തോടെ സ്ഥാപിച്ച CCTV ക്യാമറകളുടെ സ്വിച്ച് ഓൺ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ജോയ്സൺ കീരിയത്ത് അധ്യക്ഷത വഹിച്ചു. ഫാദർ സെബി കാഞ്ഞിലശ്ശേരി, കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 210 രൂപ കുറഞ്ഞു. 14,145 രൂപയാണ് സ്വർണ്ണവില കുറഞ്ഞത്. പവന്റെ വിലയിൽ 1,680 രൂപയുടെ കുറവാണ് ഉണ്ടായത്. പവന് 1,13,160 രൂപയാണ് ഇന്നത്തെ നിരക്ക്. കഴിഞ്ഞ ദിവസം 2 തവണ സ്വർണ്ണവില വർദ്ധിച്ചുവെങ്കിലും ഒടുവിൽ വില കുറവോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നാദബ്രഹ്മം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സൈനിക പ്രണാമവും ദേശഭക്തി ഗാനാഞ്ജലിയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നാവികസേന മുൻ മേധാവി അഡ്മിറൽ R ഹരികുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ നാദബ്രഹ്മം ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി പ്രവീൺ സുകുമാരൻ, ഭാരവാഹികളായ സുധാ ബിന്ദു ശശികുമാർ, പത്മജ വേണുഗോപാൽ, മഞ്ജുള ബാലചന്ദ്രൻ, മോഹൻകുമാർ എന്നിവർ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടുങ്ങല്ലൂർ മേഖലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി ശാസ്ത്രപൂരം സംഘടിപ്പിച്ചു. BRC മതിലകം BPC NC പ്രശാന്ത് ശാസ്ത്ര പരീക്ഷണ അവതരണം നടത്തി.
എ കിഷോർ ബാബു, എം വി സുധീർ, സ്റ്റാഫ് സെക്രട്ടറി സുധ എന്നിവർ സംസാരിച്ചു. ഈ മാസം 25, 26 തീയതികളിൽ പുല്ലൂറ്റ് GLP സ്കൂളിലാണ് മേഖലാ സമ്മേളനം നടക്കുക. പഠിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഉള്ളത്. ആണോ എന്ന് സംശയമുള്ള ഒരു സയൻസുകാരനല്ലേ? ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കരുതൽ പദ്ധതിയുടെ ഭാഗമായി ചേരൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിലേക്ക് SPC കേഡറ്റുകൾ അവശ്യ സാധനങ്ങൾ നൽകി. വിയൂർ സബ് ഇൻസ്പെക്ടർ ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. തിരൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക ബിത്ത ഫ്രാൻസിസ് തരകൻ അധ്യക്ഷത വഹിച്ചു. ചേരൂർ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലത്തീസിയ സാധനങ്ങൾ ഏറ്റുവാങ്ങി. കൊടകര പൂത്തുകാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാവിൽ ദേശക്കാരുടെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ ആഘോഷം. നാളെ വൈകിട്ട് ആനച്ചമയ പ്രദർശനം നടക്കും. ശനിയാഴ്ച ശ്രീഭൂതബലി, പുറത്തേക്കെഴുന്നള്ളിപ്പ്, കാഴ്ച ശീവേലി തുടങ്ങിയവയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ MLV നായർ, വേണുഗോപാൽ തച്ചിഞ്ചേരി, രാജൻ മല്ലാട്ട്, MN ശശിധരൻ എന്നിവർ പങ്കെടുത്തു. ഏഞ്ചൽസ് ഓഫ് എർത്ത് സംസ്ഥാന ഭിന്നശേഷി കൂട്ടായ്മയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് എനമാവ് നെഹ്റു പാർക്കിൽ സ്നേഹസംഗമം നടന്നു. സാമൂഹ്യനീതി വകുപ്പ് കൌൺസിലർ മാല രമണൻ, നെഹ്റു പാർക്ക് കെയർടേക്കർ രഞ്ജിനി അനിലൻ, ഭിന്നശേഷി കൂട്ടായ്മ ഭാരവാഹികളായ ടിജു പത്തനംതിട്ട, നൌഫൽ ഷൊർണൂർ, ഷെറിൻ പത്തനംതിട്ട എന്നിവർ നേതൃത്വം നൽകി. മൂന്നുമുറി ഫ്രണ്ട്സ് ഓഫ് ദി ബാപ്റ്റിസ്റ്റ് യുവജന പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള മൂന്നുമുറി അമ്പ് ഫെസ്റ്റ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇത്തുപാടം ജംഗ്ഷനിൽ നിന്ന് കോടാലിയിലേക്ക് ബാൻഡ് വാദ്യത്തോടെ തേരെഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് കോടാലിയിൽ നിന്ന് മൂന്നുമുറിയിലേക്ക് നടക്കുന്ന മെഗാ ഘോഷയാത്ര KK രാമചന്ദ്രൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ അമ്പ് ഫെസ്റ്റ് ചെയർമാൻ വിൽസൺ മാമ്പ്രക്കാരൻ, സെക്രട്ടറി ജസ്റ്റിൻ മങ്കുഴി, ജിപ്സൺ പൌലോസ്, റിബിൻ ആരോദ, ഷാജു ചെങ്ങിനിയാടൻ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ അധ്യക്ഷനായി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ ജോസ്, ഹെഡ് മിസ്ട്രസ് ബീന C ജേക്കബ്, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രബിത ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു സമ്മാനം കൂടിയുണ്ട്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പരിപാടിയിൽ പങ്കെടുക്കാൻ പഠിക്കുന്ന ഗവൺമെന്റ് കുറച്ചുകൂടി സ്കൂളുകളിൽ ഉണ്ടാവുകയുള്ളൂ. മകള് പ്രീഡിഗ്രി വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരു ചെറിയ ജോലി പോലും ഉപേക്ഷിച്ച് മകൾ എത്ര നന്നായി ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,145, പവന് 1,13,160. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ യുവമോർച്ച പ്രവർത്തകർ തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോഴ ആരോപണം, വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. പരാതിക്കാരന്റെ മൊഴിയെടുത്തു. വിവരസാങ്കേതിക വിദ്യയുടെ വിസ്ഫോടന മാറ്റങ്ങൾക്കൊപ്പം കേരള വിഷനും മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന് KCCL ചെയർമാൻ K ഗോവിന്ദൻ. ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് മാറ്റങ്ങൾ നടപ്പിലാക്കുമെന്നും K ഗോവിന്ദൻ.
കൊടുങ്ങല്ലൂരിൽ തോടിന് കുറുകെ നിർമ്മിച്ച തടയണ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. പെരുന്തോട് വാർഡിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി നിർമ്മിച്ച താൽക്കാലിക തടയണയാണ് നശിപ്പിച്ചത്. മറ്റത്തൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. കാട്ടുപന്നികളെ അകറ്റാനുള്ള മാർഗങ്ങൾ ഫലപ്രദമാകുന്നില്ലെന്ന് കർഷകർ. അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്കിന് തിരശ്ശീല ഉയരാൻ ഇനി 4 നാൾ മാത്രം. വിദേശ നാടക സംഘങ്ങൾ നാളെ എത്തും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.